ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറയുക കരവടച്ച പേപ്പറൊക്കെ എടുത്തുകൊണ്ട് റേഷൻ കടയിലോട്ട് പോകാൻ. ഇതൊക്കെ ഇപ്പം മെസ്സേജ് ആയിട്ടല്ലേ വരുന്നത്. കുറേ ദിവസം മുന്നേ വന്ന് അവർ സർവേ ഒക്കെ ചെയ്തിട്ട് പോയായിരുന്നു കേട്ടോ വസ്തുവിൻ്റെ. ഞങ്ങൾക്കാന്നേ രാവിലെ ഹോസ്പിറ്റലിലും പോകണമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പോയത്. അമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് 3:30-4 മണി വരെ കാണുമെന്ന്. പിന്നെ പതുക്കെയാണ് വീട്ടിൽ വന്ന് ചോറൊക്കെ കൊണ്ടിട്ട് പതുക്കെയാട്ടോ പോയത്. പോണ കാര്യം പറഞ്ഞപ്പോൾ മേലത്തെ ആൻറ്റിയും വരുന്നതെന്ന് പറഞ്ഞ് പിന്നെ ആൻറ്റിയെ കൂടെ കൂട്ടി. ഞങ്ങൾ റെഡിയാവുന്ന കാണുമ്പോൾ പിന്നെ ലക്കി വരാതിരിക്കത്തില്ലല്ലോ. പിന്നെ അവനെയും കൊണ്ടുപോയി കേട്ടോ. രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവനെ കൊണ്ടുപോയില്ലായിരുന്നു. അവിടെ നിറയെ പനിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തിൻ്റെ പണക്ക റേഷൻ കടയിൽ കൊണ്ടുപോയി മാറ്റി കേട്ടോ. ഈ റേഷൻ കടയും ഈ സർവേ അതാണ്ട് ഈ കാണുന്നില്ലേ, ഇത് രണ്ടും അടുത്തടുത്താട്ടോ. കരോടച്ച പേപ്പറിൻ്റെ കൂടെ അമ്മ കുറേ സഞ്ചികളും പറക്കി തന്നു കേട്ടോ. എന്തായാലും ഇങ്ങോട്ട് വരല്ലേ, റേഷൻ കടയിലും കൂടെ കയറിയിട്ട് ഈ മാസത്തെ റേഷനും കൂടെ വാങ്ങിച്ചിട്ട് വരാം. ഞങ്ങളാന്നേ ഇങ്ങനെ റേഷൻ കടയിൽ വന്നിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. സാധനങ്ങൾ ഞങ്ങളുടെ കാർഡിന് വാങ്ങിക്കും. അത് OTP പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ പോയി വാങ്ങിക്കുന്നതാട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഇതുവരെ വന്ന സാധനങ്ങൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ഇവിടെ വിരൽ പതിപ്പിച്ചിട്ട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാർഡിൽ ഗ്രഹനാഥ എന്നൊക്കെ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നുവരെ ഇവിടെ വന്ന് വിരൽ പതിപ്പിച്ചിട്ട് സാധനം വാങ്ങിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വിരലിങ്ങനെ പതിപ്പിക്കുന്ന കണ്ടപ്പോഴേ ലക്കിയും ഭയങ്കര ബഹളം, അവനും ഇതുപോലെ ചെയ്യണമെന്ന്. ലക്കിയുടെ പേരില്ല റേഷൻ കാർഡിൽ കേട്ടോ. ഞങ്ങളന്ന് റേഷൻ കാർഡ് ഉണ്ടാക്കുന്ന സമയത്തെ ലക്കി കുഞ്ഞായിരുന്നു, 1-2 വയസ്സേ ഉള്ളായിരുന്നു. ആ സമയത്ത് റേഷൻ കാർഡിൽ പേര് വെക്കത്തില്ലല്ലോ. അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. 2 മാസം കൊണ്ട് മണ്ണെണ്ണ കിട്ടുന്നില്ലായിരുന്നു. അമ്മ പറഞ്ഞു അതുകൂടെ ചോദിക്കാൻ. മണ്ണെണ്ണ ഈ മാസവും വന്നിട്ടില്ലെന്ന് പറഞ്ഞു കേട്ടോ. രാവിലെയൊക്കെ പെരും മഴയായിരുന്നു. ഇപ്പം നല്ല വെയിൽ വരുന്നുണ്ട്. ഈ വെയിലിനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഇതങ്ങ് മാറും. ഇപ്പം തുണി പറക്കി ഇടല ഒരു മെയിൻ പരിപാടി. ചെറിയൊരു വെയിൽ കാണുമ്പോൾ തന്നെ തുണികളൊക്കെ പറക്കിയെടുത്ത് മുറ്റത്തോട്ട് ഓടും. അതൊരു 5 മിനിറ്റ് പോലും വെയിലത്തിടാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങളുടെ തുണികളൊന്നും വലുതായിട്ട് വെയിൽ കണ്ടിട്ടില്ല. രാവിലെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനുള്ള കുറേ പേപ്പറുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. എത്രയും വേഗം ചെയ്ത് അതങ്ങ് എടുത്ത് കളയണമെന്നാണ് ഏട്ടൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാട്ടോ. ഡോക്ടർ പറഞ്ഞു അത് ആർക്കും ഉപദ്രവമൊന്നുമില്ലാത്ത സാധനമല്ലേ, അത് അവിടെ ഇരുന്നോട്ടേന്ന്. ഏട്ടനത് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ. ശരീരത്തിൽ ആവശ്യമില്ലാത്തൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചോറൊക്കെ ഉണ്ടിട്ടാണ് പോയത്. അമ്മ നല്ല മീൻ പൊരിച്ചതും തോരനും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. റേഷൻ കടയിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ നേരെ തടിക്കടയിലോട്ട് പോയി കേട്ടോ. അവിടെ ആണെങ്കിലേ തടിയും മറ്റുള്ള മെറ്റീരിയൽസൊക്കെ നന്നായിട്ട് ഡിസൈൻ കട്ടിങ് ചെയ്ത് തരും. ഞങ്ങളൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം. ഈ ചേട്ടനാണ് മെഷീൻ കട്ടിങ് ഒക്കെ ചെയ്യുന്നത്. ഇയാൾ ചെയ്തിട്ടുള്ള വർക്കൊക്കെ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നന്ദ പറഞ്ഞു കേട്ടോ, അവൾക്ക് എന്തെങ്കിലും എരിയുള്ള സാധനം കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരണേന്ന്. അവൾ ഈ പഴംപൊരിയും വടയൊക്കെ തിന്ന് മടുത്തുന്ന്. ഈ കടയുടെ അടുത്തായിട്ടേ ഒരു മാധവിൻ്റെ ചായക്കടയുണ്ട്. അവിടെ ആണെങ്കിൽ നല്ല കബാബും കട്ട്ലേറ്റും ഒക്കെ കിട്ടും. അത് പകലൊന്നും ഇല്ല കേട്ടോ, ഈ രാത്രി സമയത്തുണ്ട്. പിന്നെ അവിടെ പോയിട്ട് അതും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇതൊക്കെ പല പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പൊരിപ്പിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞങ്ങളിങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയാലേ ഇതുപോലുള്ള പഴംപൊരിയും വടയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കും കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഈ പഴംപൊരിയാന്നേ അവിടെ കണി കാണാൻ കിട്ടത്തില്ല കേട്ടോ. പിന്നെ തൈര് വടയും പാനിപൂരിയൊക്കെ കഴിച്ചിരിക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.